എല്ലാവർക്കും SPC ക്വിസിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SPC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. വീഡിയോ അവസാനം വരെ കാണാൻ പരിശ്രമിക്കുക. ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ക്വിസ് വീഡിയോകൾ ഈ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചോദ്യം: കേരളത്തിൽ SPC പദ്ധതിയുടെ ആദ്യ നോഡൽ ഓഫീസർ ആരായിരുന്നു? കേരളത്തിലെ SPC പദ്ധതിയുടെ ആദ്യ നോഡൽ ഓഫീസർ ആരായിരുന്നു? ഉത്തരം P. വിജയൻ IPS. വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് SPCയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം. ചോദ്യം: SPC ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതി ഏതാണ്? ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതി ഏതാണ്? ഉത്തരം സംസ്ഥാനതല ഉപദേശക സമിതി. സംസ്ഥാനതല ഉപദേശക സമിതി. ചോദ്യം: എൻ്റെ മരം എന്ന പദ്ധതിയിൽ SPCയുമായി സഹകരിക്കുന്ന സർക്കാർ വകുപ്പ് ഏതാണ്? എൻ്റെ മരം എന്ന പദ്ധതിയിൽ SPCയുമായി സഹകരിക്കുന്ന വകുപ്പ്. ഉത്തരം സോഷ്യൽ ഫോറസ്ട്രി. സോഷ്യൽ ഫോറസ്ട്രി. ചോദ്യം: SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആരാണ്? SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. ചോദ്യം: SPC കേഡറ്റ് അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കണം? കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് ഒരു SPC കേഡറ്റ് അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ. ഉത്തരം 30 ഡിഗ്രി. അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ 30 ഡിഗ്രി ആയിരിക്കണം. ചോദ്യം: SPC പ്രൊജക്റ്റിൻ്റെ സംസ്ഥാനതല ഉപദേശക ചെയർമാൻ ആരാണ്? SPC പ്രൊജക്റ്റിൻ്റെ സംസ്ഥാനതല ഉപദേശക ചെയർമാൻ ആരാണ്? ഉത്തരം സംസ്ഥാന പോലീസ് മേധാവി. സംസ്ഥാന പോലീസ് മേധാവി. ചോദ്യം: ദേശീയ തലത്തിൽ SPC പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ദേശീയ തലത്തിൽ SPC പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ഉത്തരം രാജ്നാഥ് സിംഗ്. അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം. ആഭ്യന്തരമന്ത്രി. ചോദ്യം: SPC പദ്ധതിയിൽ ഒരു പ്ലാറ്റൂണിൽ ഉണ്ടായിരിക്കേണ്ട പരമാവധി കേഡറ്റുകളുടെ എണ്ണം എത്രയാണ്? പരമാവധി കേഡറ്റുകളുടെ എണ്ണം ഒരു പ്ലാറ്റൂണിൽ ഉണ്ടായിരിക്കേണ്ട. ഉത്തരം 22 പേർ. ഉത്തരം 22 പേർ. ചോദ്യം: SPC പ്രൊജക്റ്റിനെ സംസ്ഥാന തലത്തിലുള്ള റോഡ് സുരക്ഷയ്ക്കുള്ള ബോധവൽക്കരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഏത് അതോറിറ്റിയാണ്? ഏത് അതോറിറ്റിയാണ് സംസ്ഥാനതല റോഡ് സുരക്ഷയ്ക്കുള്ള ബോധവൽക്കരണ പരിപാടി ഉൾപ്പെടുത്തിയത്? ഉത്തരം കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി. ചോദ്യം: ബ്രേക്ക് ഓഫ് പറയുമ്പോൾ SPC കേഡറ്റുകൾ ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത്? ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത്? SPC കേഡറ്റുകൾ ബ്രേക്ക് ഓഫ് പറയുമ്പോൾ ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത്? ഉത്തരം റൈറ്റ്. വലതുവശത്തേക്കാണ് തിരിയേണ്ടത്. കൂട്ടുകാർക്കുള്ള കമൻറ്റ് ബോക്സിന് ഇതാണ്: SPCയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. SPCയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്.